ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ രാവിലെ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അവർക്ക് രാവിലെ അപ്പവും അതുപോലെ തന്നെ പൊട്ടാറ്റോ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് കഴിച്ചിട്ട് അവർ പോയതിന് ശേഷം ഈ വീഡിയോ നമ്മൾ തലേദിവസം ഒരു കാറ്റഗിസത്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ, ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. തലേദിവസം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ മൂത്ത ആൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ബോക്സ്. ഇതിലിപ്പോൾ അത്യാവശ്യം പെൻസില്, ഹൈലൈറ്റേഴ്സ്, വൈറ്റ്നസ്, പിന്നെ വൈറ്റ്നസ് ഉണ്ടായിരുന്നു, പിന്നെ സ്കെച്ച് പെൻസ്, അതുപോലെ തന്നെ നോട്ട് പാഡ് ഉണ്ടായിരുന്നു, സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നു, ഗ്ലൂ ഉണ്ടായിരുന്നു, ഷാർപ്നസ്, പെന്ന്, അങ്ങനെ കുറച്ച് അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ട സ്റ്റേഷനറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വലിയ നോട്ട് പാഡ് ഉണ്ടായിരുന്നു, നോട്ട് ബുക്കായിരുന്നു കേട്ടോ, ഡയറി പോലെ. പിന്നെ ഒരു ലോങ് സ്കെയിലും അതുപോലെ തന്നെ ഒരു ഫോൾഡർ നല്ല സ്റ്റിഫാണ് കേട്ടോ. കുറേ ഫയൽസൊക്കെ പേപ്പേഴ്സൊക്കെ നമ്മുടെ അവരുടെ അസൈൻമെൻറ്റ്സും അതുപോലെ തന്നെ കാറ്റഗറിസത്തിൽ തന്നെ വർക്ക്സൊക്കെ വെക്കാനും നല്ല ഹെൽപ്ഫുള്ളാണ്. ഇവർക്ക് സ്കൂളിൽ ഇതേപോലെ ഒരു ഫോൾഡർ ഉണ്ട് കേട്ടോ, അവിടെ നോട്ട്സൊക്കെ വെക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ആൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ബോക്സാണ്. അപ്പോൾ അതിൽ കളർ പെൻസിൽസ്, പിന്നെ ചെറിയ നോട്ട് പാഡ്, വലിയ നോട്ട് പാഡ്, ഷാർപ്നസ് ഉണ്ടായിരുന്നു, പെൻസിൽ പൗച്ച്, പിന്നെ ഇതൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. നല്ല വാട്ടർ ബോട്ടിലാണ്, ml ഒക്കെ ഉള്ള ഒരു വാട്ടർ ബോട്ടിലാണ്. പിന്നെ അതേപോലെ തന്നെ പെൻസിൽസ് ഉണ്ട്. പിന്നെ അവർക്ക് കിട്ടിയതെന്ന് പറയുന്നത് ഒരു കളറിങ് ബുക്കാണ് കേട്ടോ, വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു കളറിങ് ബുക്ക്. അപ്പോൾ ഇത് കുഞ്ഞാവയ്ക്ക് കൊടുത്തു. പിന്നെ ഒരു നെയിം സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കളർ പെൻസിൽസ്, എനിക്ക് തോന്നുന്നു 24 കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ പ്രീവിയസ് നൈറ്റ് തലേദിവസം എടുത്ത് അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിൽ പോയായിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്. ഇനിയിപ്പോൾ ഞാനും കുഞ്ഞാറ്റേ ഉള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനും വീട്ടിലുള്ള ദിവസങ്ങൾ അവൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. തന്നെ എവിടെ ഇരിക്കില്ല, ഞാൻ എവിടെ ഇരിക്കുന്നത് വെച്ചാൽ അവിടെ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർത്ത് നമുക്ക് വെള്ളം വേണമായിരുന്നു ചായ വയ്ക്കാനായിട്ട്. അപ്പോൾ വെള്ളം പുറത്ത് രാവിലെ മക്കളൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പുറത്തെടുത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ ഏകദേശം വരേണ്ട സമയമായിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോൾ വന്നിട്ടുണ്ട്. എന്നാൽ അത് അകത്തെടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നമ്മുടെ വീട് പോലെ ഇങ്ങനെ കട്ടിലയൊന്നും ഇല്ല ഡോറിൻ്റെ അവിടെ. ജസ്റ്റ് അങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരാം നമുക്ക് സ്മൂത്തായിട്ട്. അങ്ങനെ അത് പുഷ് ചെയ്തു ഇത് നമ്മളകത്ത് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വെള്ളമൊക്കെ എടുത്ത് ചായ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും കുഞ്ഞാട്ടിയും കൂടി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ചൂടോടെ ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പം ഞാനും കുഞ്ഞാട്ടിയും കൂടി ഇവിടെ സാധാരണ ഞങ്ങൾ താഴെ ഇരുന്നിട്ടാണ് കഴിക്കാറ് ഫുഡൊക്കെ. പക്ഷേ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഞാനും കുഞ്ഞാവി മുകളിൽ സോഫയിൽ കയറി ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് വാരി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കുക. TV കാണണം, അതുപോലെ മൊബൈൽ കാണണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് പുറത്തൊക്കെ പോയി കാണും. നിങ്ങൾ വിൻഡോൻ്റെ അവിടെയൊക്കെ നിന്ന് അവിടെ ഇരുന്ന് ഒക്കെ ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് പേടിപ്പിച്ചിട്ടൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ, ഇപ്പോൾ സമയം 8:30-9 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ചെറിയ വർക്കുകളായിട്ടുള്ള ഓരോ ഏരിയകൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ചീപ്പ് കുറച്ച് നാളായി നമ്മൾ കഴുകാറുണ്ട്, പക്ഷെ ബ്രഷ് ഇടാറില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ബ്രഷ് ഇട്ട് നല്ലപോലെ സോപ്പൊക്കെ ഇട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചു. ഈ കുട്ടി പണികളൊക്കെ നമ്മൾ വിട്ടു പോണ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഓർത്തപ്പോൾ അപ്പം തന്നെ കൈയോടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് കോമ്പ് മിക്കവാറും മോസ്റ്റ്ലി നമ്മളൊരു ആഴ്ച വെക്കുമ്പോൾ ആഴ്ചയിൽ കഴുകും. ഇത് ബ്രഷ് ഇടാത്ത കാരണം അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ബ്രഷ് ഇട്ട് കഴുകി അത് മാറ്റി വെച്ചു. ഇവിടെ വീട്ടിലെല്ലാവരും ഡിഫറെൻറ്റ് കോമ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ കോമ്പും ഓരോ കളറാണ്. അവരവരുടെ മുടിക്കനുസരിച്ചും അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ്സും സ്കാൽപ്പിന് പറ്റിയ കോമ്പാണ് കേട്ടോ ഞങ്ങൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചത്തേക്ക് നോക്കാം. ഉച്ചത്തേക്ക് നമുക്ക് ഓൾറെഡി ഇന്നലത്തെ കറിയുണ്ട്, മീൻ വെച്ചതിൻ്റെ കറിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു തോരൻ മാത്രം ഒന്ന് വെക്കണ്ട. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ വാവ അവിടെ അടുത്തിരുന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല, അവളവിടെ സൈഡിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാൻ ഇളക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാൻ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ കുറച്ച് ഇളക്കി.
അങ്ങനെ കുക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു അപ്പുറത്ത് ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 നേരമാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. സാക്സണിൽ വെക്കുമ്പോൾ നമുക്ക് കല അത്യാവശ്യം നല്ല വലിയ കലായതുകൊണ്ട് ഇത്തിരി ചോറ് വയ്ക്കുമ്പോൾ കുറേ നേരം തിളയ്ക്കണം, അതുപോലെ കുറേ സമയം എടുക്കണം വെന്ത് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ കുക്കറിൽ 2 നേരമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ചോറ് വയ്ക്കുന്നത്. നല്ല തണുപ്പായതുകൊണ്ട് 2 നേരമായിട്ട് വയ്ക്കണം. ചോറ് പെട്ടെന്ന് ചൂടാറണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പോയിട്ട് നമ്മൾ കുറച്ച് തുണികൾ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ബാക്കി പണികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇത് തന്നെ നടന്നോളൂല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനുണ്ട്, പിന്നെ ഇത് വിരിച്ചിടാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ഇന്നലത്തെ കറിയും തോരനും കൂടി എടുത്ത് വൈകുന്നേരത്തിന് കറി ഉണ്ടാവില്ല. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഒരു മത്തങ്ങ വറുത്തരച്ച് കറി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ 3 കൂടി ആകുമ്പോൾ നമുക്ക് രാത്രിക്കും കൂടി ഏതെങ്കിലും 1-2 കറി ബാക്കി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മത്തങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നാളികേരം നല്ലപോലെ വറുത്തിട്ടുണ്ട്. ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാളികേരം ഓരോപോലെ ചോക്കില്ല കേട്ടോ. ബിക്കോസ് ഇത് ഗ്രേറ്റിങ്ങിനോടത്ത് ഇങ്ങനെ കുറേ നാളികേരം അവരിങ്ങനെ ഒരുമിച്ച് ചിറങ്ങിയിട്ട് അതൊന്ന് വാരിയിട്ടിട്ട് നമുക്കൊരു ബോക്സാക്കി തരുന്നുണ്ട്. ഓരോ നാളികേരത്തിനും ഡിഫറെൻ്റ് ആണല്ലോ മൂപ്പൊക്കെ, അപ്പോൾ അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി എല്ലാം മൂത്ത് വന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മൾ മത്തങ്ങ മഞ്ഞൾ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉള്ളി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് കാച്ചണം കേട്ടോ. കാച്ചാനായിട്ട് കടുക് താളിച്ച് അതിലേക്ക് 2 വറ്റൽമുളകും പിന്നെ നമ്മുടെ കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് നമ്മുടെ കറി റെഡി. പിന്നെ ഇതെന്ന് പറയുന്നത് കാറ്റഗറിസത്തിന് ഉണ്ടായിരുന്ന അവരുടെ പ്രോഗ്രാമിൻ്റെ 1-2 ബിറ്റാണ് കേട്ടോ. 1-2 ഇത് ലാസ്റ്റ് ടാബ്ലോ ആയിരുന്നു, അതിൻ്റെ കൂടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത നല്ലൊരു ക്രിസ്മസ് വീഡിയോ ആയിട്ട് കാണാം.